ഇതാരാ? നീയായിരുന്നു ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയതാ? കൂളായിട്ടുള്ള ഒരു മൈൻഡും പിന്നെ നല്ല പീസ്ഫുൾ ആംബിയൻസ് അല്ലേ? വലിയ സൗണ്ട് നോയ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു കൂളായിട്ട് നല്ല സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ലേ? ഹലോ ഹലോ, ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. പോണ്ടേ? പോണ്ടേ വാ പോവാം. ഞാൻ സൈഡിൽ കയറണോ? നീയാണോ വണ്ടി ഓടിക്കാൻ പോകുന്നത്? ഓക്കെ ഗൈസ്, നിങ്ങളാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. വണ്ടി എടുക്ക്. എന്താ ടിഷ്യൂ ഇവിടെ സീറ്റിലാണോ വെക്കുക? ടിഷ്യൂ ഗൈസ്, ടിഷ്യൂ ബോക്സ് സീറ്റിൽ വെച്ചിട്ട് ഞാൻ അത് കയറിയിരുന്നു ഗൈസ്. ചമ്മിപ്പോയി ടിഷ്യൂ ബോക്സ്, ചമ്മിപ്പോയി. വേഗം വേഗം വണ്ടി എടുക്ക്. പോ സ്പീഡ് പോ. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടോട്ടെ. ഡ്രൈവറേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ഗൈസ്. എവിടെയാ അത് പോകുന്നേ ഗൈസ്? ഇന്ന് നമ്മൾ എടപ്പള്ളിയിലേക്കാണ് പോകുന്നത്. എന്തിനാ പോകുന്നതെന്ന് നോക്കാം, പതിയെ കാണിക്കാം. അല്ല ഇപ്പൊ പറയണോ? നമുക്ക് കുറച്ച് പരിപാടീസൊക്കെ ഉണ്ടെന്ന് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ എടപ്പള്ളിയിലേക്കാണ് പോകുന്നത്. ആദ്യം നമ്മുടെ വണ്ടിയുടെ ഒരു ചെറിയൊരു കാര്യം സെറ്റ് ചെയ്യാനുണ്ട്, അതിനു വേണ്ടിയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ വെഡ്ഡിങ് പ്രിപ്പറേഷൻ വെഡ്ഡിങ് പ്രിപ്പറേഷൻ്റെ ഒരു 3rd പാർട്ടായിട്ട് നമ്മളിത് റിലീസ് ചെയ്യും. അപ്പോൾ ഇന്ന് കുറച്ച് വെഡ്ഡിങ് റിലേറ്റഡ് സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാനല്ല, കുറച്ച് മെഷർമെൻ്റ് ഒക്കെ കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയാണ് ഗൈസ് പോകുന്നത്. സോ ചോട്ടു ഗൈസ്, നമ്മുടെ ഡ്രൈവർ ആതിര കൃഷ്ണനാണ്. ഡ്രൈവർ സ്പൾബറാണോ? റിവേഴ്സ് ഗിയർ ഒക്കെ ഇടുന്നുണ്ട്. ഫസ്റ്റ് ഗിയർ ഇടും, എന്നിട്ട് വണ്ടി തിരിക്കും. വാടാ ചവിട്ട്. എന്ത് സൗണ്ട് കേട്ടത്? പെട്രോൾ ഒന്നല്ല, ഡോർ അടച്ചിട്ടില്ല തോന്നുന്നു. എന്താ ഇറങ്ങുന്ന? ഡോർ അടയ്ക്കാണ്ടാണ് ഗൈസ് വണ്ടി ഓടിക്കുന്ന ആള്. അപ്പൊ എന്താ നമ്മൾ ഇനി അങ്ങോട്ട് പോവാ. ഇത് ഇനി കുറച്ച് അങ്ങോട്ടേക്കുള്ള ഡ്രൈവിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഇവള് ഓടിക്കും അല്ലേ? നിക്ക് എവിടെയാ പോകുന്നത്? റൈറ്റ് അല്ലേ? എടപ്പള്ളിയല്ലോ. നമ്മൾ എവിടെയാ പോകുന്നത്? എടപ്പള്ളി. ആ കാറിന്റെ ഒരു സാധനം പോകുന്നോ? അത് പോകുന്നില്ല. അത് ടയറിന്റെ ആ വീൽ കപ്പ് കറങ്ങുന്നതാണ് കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മള് അവിടെ ദിവസത്തിന് ശേഷം ഞാൻ ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരുന്നിട്ടുണ്ട്. ഒരു 6 മാസം, അതെ, ഒരു 1 year കവർ ആയിട്ടുണ്ടാവും. യെസ്. ഓക്കെ, നമ്മളെന്നാ അങ്ങോട്ടേക്ക് പോവാം. ഏതാ, ലെഫ്റ്റ് റൈറ്റാ? ലെഫ്റ്റ് വെക്കോ. ഹൗ ഡെയർ യു എന്നാ? എവിടെയാ അത് പോകുന്നത്? ഓ സീനാണല്ലോ. ഇടപ്പള്ളി ഗൈസ്. ഇനി നമ്മളെ ബാക്കി ഈറ്റാപ്പള്ളി. പ്രാഗ് എന്തത് പോകുന്നില്ല. നോർമൽ സ്പീഡിലൊക്കെയാണ് ഗൈസ് പോകുന്നത്. ആള് നല്ല ഡ്രൈവറായി. കുറച്ച് അങ്ങനെയൊന്നുമല്ല, നോർമലായിട്ട് ഓടിക്കുന്ന നീ, ഒരു പ്രശ്നമില്ല. നല്ല കൂൾ ഡ്രൈവിംഗ് ആണ്. എനിക്കൊരു പേടിയില്ല ഗൈസ്, എനിക്കൊരു പേടിയില്ല ഇവിടെ നിന്ന് വന്ന് വണ്ടിയിൽ പോവാൻ. ബ്രേക്ക് ഇട്ട് പോവാനോ ഒരുമിച്ച്? ഓക്കെ, ഇവിടെ നിർത്തിക്കാം. ഇനി ഞാനാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഒരു 1 year ആയി വണ്ടി എടുത്തിട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ജംഗ്ഷനിലേക്ക് കയറ്റി കഴിഞ്ഞാൽ എവനേലും വന്ന് ഹോൺ അടിച്ച് എന്നെ പ്രാന്താക്കും. ഞാനൊരു നോർമൽ ഫ്ലോയിലേക്ക് എത്താൻ കുറച്ച് ചെറിയ റോഡിൽ കയറിയിട്ട് കുറച്ച് സമയം എടുക്കും. അതിനുള്ള സമയമില്ല. എന്താ 1 kilometerന്റെ ഉള്ളിൽ നമ്മൾ മെയിൻ റോഡ് കയറുന്നു.
അതെ, അത് കഴിഞ്ഞിട്ട് ഭയങ്കര റഷ് ആയിരിക്കും വണ്ടി. അതെ, വണ്ടിയുടെ ഒരു റഷ് ആയിരിക്കും. മേ ബി നിനക്ക് ഓടിക്കാനൊക്കെ പറ്റും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറച്ച് ദൂരം കൂടെ ഇതുപോലത്തെ റോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഓണാവില്ലേ, ഒരു ഫീൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ. ഇത് ഫസ്റ്റ് നമ്മൾ എടുത്തപ്പോ തന്നെ റോഡ് എത്തി. നിങ്ങള് വീഡിയോ കട്ട് ചെയ്തിട്ടില്ല, എനിക്ക് തോന്നുന്നു ഒരു 700 മീറ്ററിന്റെ ഉള്ളിൽ. അതെ, ഇത് നേരെ കയറുന്നത് നമ്മളെ മെയിൻ സീപോർട്ട് എയർപോർട്ട് റോഡാണ്. അത് മെട്രോ റോഡ് കിടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ ആൾക്കാർ വന്ന് തന്നെ പ്രാന്താക്കും. ഇപ്പൊ തന്നെ നമ്മൾ നിർത്തിയിട്ടേക്കുന്നുണ്ട്, ഭ്രാന്താക്കും. സോ അതാണ് ഗൈസ്, അതുകൊണ്ട് ഡ്രൈവർ മാറുന്നു ഗൈസ്. ഇനി അടുത്ത ഒരു നല്ല റോഡ് കിട്ടുമ്പോ അവൾ ഓടിക്കുന്നതായിരിക്കും. അടുത്ത നല്ല റോഡ് കിട്ടുമ്പോ ഞാൻ ഓണാവാൻ വേണ്ടി ശ്രമിക്കാം. അയ്യോ ടിപ്പർ ഗൈസ്, ഡ്രൈവർ മാറിയിട്ടുണ്ട്. അതെ, ഡ്രൈവർ ഞാനാണ് ഗൈസ് ഇപ്പൊ ഡ്രൈവർ. ഞാൻ അപ്പൊ നമ്മള് നേരെ ഇനി അങ്ങോട്ടേക്ക്, എടപ്പള്ളി അങ്ങോട്ടേക്ക് പോവാ. വണ്ടിയിൽ ഒരു ചെറിയ പരിപാടി സെറ്റ് ചെയ്യാനുണ്ട്. എന്താന്ന് പറയണോ? വേണ്ട. അതെ, നിങ്ങൾ അവിടെ പോയിട്ട് കാണിച്ചു തരാം എന്താ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം. അതിനു മുമ്പ് എന്താ പരിപാടി? അതിനു മുമ്പ് വേറെ പരിപാടി. അതിന് മുമ്പില്ല, അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നീ ആ ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് കാണാല്ലേ. ഓൺ ദ ഗോ. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ച് ഒരു ഫുൾ ഡേ പരിപാടി പോലെ ആവുമായിരിക്കും. ഫുൾ ഡേ പരിപാടി ആക്കേണ്ട കാര്യമൊന്നുമില്ല. കൈൻഡ് ഓഫ് വേണേ നമുക്ക് ഇനിയും പ്ലാൻ ഉണ്ട്. നമുക്ക് മറ്റേ ക്രിസ്മസ് ഡെക്കോറിന്റെ ഇത് എന്താണ്, അത് പോയി നോക്കാൻ വേണ്ടിട്ട്. എവിടെയായിരുന്നു? ബ്രോഡ്വേയിൽ പോണമെന്നുണ്ട്. അവിടെ കുറച്ച് സമയം വേണം. വിചാരിക്കുന്ന പോലെ പോയാൽ രാത്രി പോയാലോ വൈബ്. വൈകിട്ട് പോകുമ്പോഴാണ്, രാത്രിയാണ് അവിടെ ലൈറ്റ്സും എല്ലാം കാണാൻ പറ്റും, നല്ല വൈബ് ഉള്ളത്. അപ്പൊ നമ്മള് ഇപ്പൊ ഉച്ചക്കൊക്കെ പോയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് കറക്റ്റ്. ഇന്ന് നമ്മളെ എല്ലാ പരിപാടിയും തീരുമ്പോഴേക്ക് മേ ബി വൈകിട്ടാവും. പക്ഷേ നമ്മൾ അതിന്റെ അകത്ത് കേറി കഴിഞ്ഞാൽ നമുക്കൊരു സമയം ഉണ്ടെങ്കിലേ കേറാൻ പറ്റുള്ളൂ. കേറിയിട്ട് പിന്നെ ഇറങ്ങണമെങ്കിൽ അടുത്ത എൻഡിലെത്തുമ്പോ ഇറങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇറങ്ങി വരാൻ പറ്റില്ല. അത് ഒരു ഷോപ്പല്ലല്ലോ, നല്ല തിരക്കുമായിരിക്കും. ഒരു പാത്ത് വേ പോലെയാണ്. അതിന്റെ അകത്ത് കേറിയാല് നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം കേറാന്നുള്ളത്. കാറൊക്കെ എടുത്തിട്ട് പോയ എന്താ അവസ്ഥ അറിയില്ല. പാർക്കിംഗ് ഉണ്ടാവും മേ ബി. പാർക്കിംഗ് അവിടെ മറ്റേ പേൻ പാർക്കൊക്കെ കുറെ ഉണ്ട്. അപ്പൊ അവിടത്തെ തിരക്ക് വെച്ചിട്ട് എങ്ങനെയാന്ന് അറിയില്ല. കിട്ടുന്ന സ്ഥലത്ത് ഇട്ടിട്ട് പോകേണ്ടി വരും. ലാസ്റ്റ് ടൈം നമ്മൾ സ്കൂട്ടർ എടുത്തിട്ട് പോയിട്ട് ഒരു പരിപാടി ഒപ്പിച്ചില്ലേ? സ്കൂട്ടർ എടുത്തിട്ട് പോയിട്ട് ലാസ്റ്റ് ടൈം ഞങ്ങൾ ബ്രോഡ്വേയിൽ പോയിട്ട് ഒരു പരിപാടി ഒപ്പിച്ചു ഗൈസ്. ഭയങ്കര ടെൻഷൻ ആയി പോയി, ഭയങ്കര പ്രാന്ത് പിടിച്ചു. മണ്ടത്തരം. വീഡിയോ യൂട്യൂബിലുണ്ട്, ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് ഇല്ലേ? ഉണ്ട്. എന്റെ ഓർമ്മയിൽ നമ്മള് വീഡിയോ എടുത്തിട്ട് അതില് പോയത്. പക്ഷെ ആ സീൻ നമ്മൾ ക്യാപ്ചർ ചെയ്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താന്ന് വെച്ചാ ഇവൻ ഭയങ്കര സേഫ് ആയിട്ട് പേൻ പാർക്കിലൊക്കെ പോയിട്ട് സ്കൂട്ടർ പാർക്ക് ചെയ്തു. എന്നിട്ട് കീ അതിന്റെ മുകളിൽ തന്നെ വെച്ചിട്ട് വന്നു. ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ എടുത്തിട്ട് പോവാന്നുള്ള രീതി. നമ്മൾ അതിന്റെ അകത്ത് കയറി തിരിച്ചിറങ്ങി. അതുവരെ നമുക്ക് ഓർമ്മയില്ല. ഇറങ്ങാൻ നോക്കുമ്പോഴാണ് കീ ഞാൻ നോക്കുന്നത് പോക്കറ്റില്. കീ നോക്കുമ്പോ കീ ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ കീ ഇല്ലാന്ന്. അപ്പൊ പറഞ്ഞു കീ വേറെ എവിടെയെങ്കിലും കളഞ്ഞു. കുറെ തപ്പി, പോക്കറ്റിലൊന്നും ഇല്ല. അപ്പൊ മാക്സിമം ഒരു 1 hour 2 hours ആയി നമ്മൾ അതിന്റെ അകത്ത് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ പിന്നെ നമ്മൾ ചെന്ന് ഇറങ്ങിയത് അതിന്റെ വേറെ ഒരു എൻഡിലായിരുന്നു. നമുക്ക് ആ എൻഡ്, നമുക്ക് എവിടെയാ നമ്മൾ മനസ്സിലായില്ല. നമ്മൾ MG റോഡ് ആ സൈഡ്, നമ്മള് ബ്രോഡ്വേയിൽ കയറി MG റോഡിലാണ് നമ്മൾ ഔട്ടായത്. അപ്പൊ നമ്മൾ അത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് എവിടെ എത്തിയെന്ന്. പിന്നെ ലാസ്റ്റ് ഒന്നും മനസ്സിലാവാതെ കുറെ തപ്പി. നമ്മൾ വണ്ടി എവിടെ വെച്ചെന്ന് അറിയില്ല. കൊറേ പ്രാന്തായി ഗൈസ്. എന്നിട്ട് എന്റെ കൈ വേനിക്കുന്നത് ഗൈസ്. ഒരു സെക്കൻഡ്, ഒരു ബ്രേക്ക്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നേ? നമ്മൾ എന്നിട്ട് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ ഓർത്തത്. അപ്പൊ നമ്മള് MG റോഡിന്റെ അവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞ അല്ലേ? പക്ഷെ നമുക്ക് മനസ്സിലായില്ല എവിടെയാണെന്ന്. സൈഡിലേക്ക് മാപ്പ് ഇട്ടു. പല വഴിയുണ്ട്, മാപ്പ് ഇട്ടാലും പല വഴിയുണ്ട്. എന്റെ ബൈക്ക് സ്കൂട്ടർ ഞാൻ എവിടെ വെച്ചാലും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്ത, നമ്മള് ആ സ്പോട്ട്, നമ്മൾ വെച്ച സ്ഥലത്തിന്റെ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ അറിയാം. ആ ലൊക്കേഷൻ വെച്ചിട്ട് മാപ്പ് ഇട്ടിട്ട് അവിടെ ക്യാബ് ബുക്ക് ചെയ്തു. നമ്മള് ക്യാബ് ബുക്ക് ചെയ്ത് അപ്പൊ തന്നെ നല്ല വയർ വിശന്നിട്ട് നടന്നെന്ന് മനസ്സിലായത്. നമ്മൾ നടന്ന് അത്ര ദൂരം എങ്ങനെ എത്തിയെന്ന് മനസ്സിലായില്ല. പിന്നെ ക്യാബൊക്കെ ബുക്ക് ചെയ്ത് അവിടെ അത് ഏതൊക്കെയോ നല്ല തിരക്കായിരുന്നില്ല അന്നത്തെ ദിവസം. നല്ല ക്യാബ് ഏതൊക്കെയോ ഷോർട്ട് കട്ട് കയറിയാണ് അവിടെ എത്തിയത്. അവിടെ എത്തി ഒരു 10-15 മിനിറ്റ് ആ ക്യാബ് എത്താൻ തന്നെ. പിന്നെ നമ്മള് അവിടെ പോയി നോക്കുമ്പോ കറക്റ്റ് സ്കൂട്ടറിന്റെ അകത്ത് അവിടെ അതേപോലെ കീ അവിടെ സ്കൂട്ടറിന്റെ ഇതിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഗൈസ് കുറച്ച് സമാധാനം വന്നത്. അതുവരെ ഭ്രാന്തായിരുന്നു. അത് നമ്മള് അതാണ് ഗൈസ് ലാസ്റ്റ് നമ്മൾ ബ്രോഡ്വേയിൽ പോയപ്പോൾ സംഭവിച്ചത്. ഈ പ്രാവശ്യം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രാവശ്യം കുറച്ച് ഞാൻ കോഷ്യസ് ആയിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്ന് എന്തായാലും പോവാൻ ചാൻസ് ഇല്ല. പോകുന്നുണ്ടെങ്കിൽ കാണിക്കാം. നമുക്ക് കുറച്ച് ഇത് വേണം. നമ്മൾ
കുറച്ച് എനർജി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി. ബിക്കോസ് നമ്മള് രാവിലെ ഇറങ്ങി ഒരു ഉച്ച പറയും ഇപ്പൊ ഇറങ്ങി ഫുള്ള് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തെണ്ടിട്ട് പിന്നെ അങ്ങോട്ട് കേറി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ നടക്കാൻ പോലും പറ്റൂല, കാലൊക്കെ വേണ്ടിട്ട് ചാവും. അപ്പൊ അതിന് വേണ്ടി ഒരു ദിവസം നമ്മൾ പോണം, എന്നാലേ അത് നമുക്ക് ഓക്കെ ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മള് ക്ഷീണിച്ച് വയ്യാണ്ടാവും. അവിടെ കുറെ സാധനങ്ങൾ ഉണ്ടാവും, നമ്മൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള മൈൻഡും മൂഡും നമ്മളെ ബോഡിയിൽ നല്ല ഒരു എനർജിയും കൂടെ വേണം ഗൈസ്. പോണമെന്നുണ്ട്, നല്ല അടിപൊളിയായിരിക്കും കാണാൻ, നല്ലൊരു വിഷ്വൽ ഇത് തരും. അതെ, നല്ലൊരു കുറെ വെറൈറ്റി ഓഫ് ഡെക്കറേഷൻ ഐറ്റംസും പിന്നെ കുറെ ക്രിസ്മസ് സാന്റ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവിടുത്തെ മെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് മറ്റേ മേത്തർ സ്ട്രീറ്റ് ആണ്. പക്ഷെ അത് ഭയങ്കര ഇടുങ്ങിയിട്ടാണ്, അതിലാണ് എല്ലാരും ഇടിച്ച് കീറുക. അപ്പോ അതിലെ കൂടെയാണ് പോവുക, അതിലാണ് കുറെ ഷോപ്സ് ഉണ്ടാവുക സാധാരണ. അപ്പൊ നമ്മള് അവിടെ പോയിട്ടാണ് എല്ലാരും വാങ്ങുക. അപ്പൊ അത് ആ ഒരു ഏരിയ ആണ് നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലം. ഫോർട്ട് കൊച്ചിയിലും അപ്പൊ നമ്മള് ബ്രോഡ്വേ സ്ട്രീറ്റ് എവിടെയാ? കോഴിക്കോട്. ഓക്കെ. അതാണ് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ ഇനി അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് പോയിട്ടില്ല, ഇറങ്ങി നടന്നിട്ടില്ല. നമ്മള് ഈ മോർണിംഗ് ഈ ഉച്ചയാകുമ്പോ ഈ വെയിലൊന്നും ഇറങ്ങി നടക്കാൻ നമുക്ക് പറ്റൂല, അതാണ് പ്രശ്നം. ഇറങ്ങിയത് പിന്നെ കാറ് എന്നാലും പിന്നെയും കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഇറങ്ങി അവിടം വരെ നടക്കാൻ പറഞ്ഞാൽ നമുക്ക് വെയിലിൽ പോയിട്ട് ഒന്നും വാങ്ങാനൊന്നും പറ്റൂല. പിന്നെ വൈകിട്ടാവുമ്പോ കുറച്ച് ഓണാവും. വൈകിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ നടന്ന് വന്ന് ഷോപ്പൊക്കെ ചെയ്യാൻ ഒരു ഫീൽ ഉണ്ടാവും. ഹൈജീൻ ഷോപ്പാ കേറാം. ഹൈജീൻ അല്ലേ? അല്ലെങ്കിൽ ഇവക്ക് കുറച്ച് ഹൈജീൻ കൂടുതലാണ് ഗൈസ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഷോപ്പൊക്കെ കാണുമ്പോൾ ഇവക്ക് അതിൽ കേറാൻ തോന്നും. നോർമൽ ഒരു ഹൈജീൻ ഉള്ളവർക്ക് പറ്റുന്ന കാര്യമൊന്നും ഇവക്ക് പറ്റൂല അല്ലേ? അല്ല, നോർമൽ ഹൈജീൻ അല്ല, നിനക്ക് എക്സ്ട്രോർഡിനറി ഹൈജീൻ ആയിട്ട് നിക്കണമെന്നല്ലേ? നിന്റെ ഒരു കോൺസെപ്റ്റിൽ അത് നോർമലാ. പക്ഷെ എന്റെ കോൺസെപ്റ്റിൽ അത് നോക്കുമ്പോ ഇത്രയും വേണോ എന്നൊക്കെ തോന്നും. അതെ, സെൻസിറ്റീവ് ആണ്. കുറെ സെൻസേഴ്സ് ആൻഡ് ഓർഗാൻസ് ഉണ്ട്. കുറച്ച് അധികം കാര്യങ്ങൾ നോക്കി ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ നോക്കി ചെയ്യുന്ന ആളാണ്. ചെയ്യേണ്ടി വരുന്നു, അതെന്റെ ബോഡി ടൈപ്പ് അങ്ങനെയാ. അതുകൊണ്ട് എനിക്ക് സെൻസിറ്റിവിറ്റി ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് അറിയാം. നിങ്ങൾ കമന്റ് ചെയ്യുക, എന്നെ പോലെ കുഞ്ഞു കാര്യങ്ങൾ ഇപ്പൊ പൊടിയുള്ളതാ എനിക്ക് ചെയ്യാം, പൊടിയിൽ ഇറങ്ങാൻ പറ്റൂല. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യല്, ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. പിന്നെ വേറെ നിനക്ക് ആ കയ്യില് വേർപ്പുണ്ടാവില്ലേ? മറ്റേ സ്വെറ്റ് ആവുന്ന കൈ നല്ലോണം സ്വെറ്റ് ആവും. ഒരു മീഡിയം ടെമ്പറേച്ചറിൽ തന്നെ ഇടണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇതൊരു ലക്ഷറി ഫിഷ് ആണ് ഗൈസ്. ഇത് ആ ടെമ്പറേച്ചറിൽ തന്നെ ഇടണം, എന്നാലേ അത് നമുക്ക് അതിന് ജീവിക്കാൻ പറ്റുള്ളൂ. അതുപോലത്തെ ഒരു ഐറ്റം ആണ് ഗൈസ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. കുറെ പുതിയ ഷോപ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ സെൻസിറ്റിവിറ്റി സാധനങ്ങൾ എനിക്കുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ അതിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ അത് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും. എന്നെ തന്നെ ടേക്ക് കെയർ. നോക്ക്, പുതിയ ഷോപ്പ് എൻഷീൽഡ് ഗൈസ്, പുതിയൊരു ഷോപ്പ്. നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലേ ഗൈസ്. നമ്മള് ഷോപ്പിലെത്തി. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നതൊക്കെ കാണിക്കാം. ആളുടെ അടുത്ത് പോയി ആദ്യം നമ്മൾ സംസാരിക്കട്ടെ, എന്നിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. പോവാ. അകത്ത് കുറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ സ്റ്റീരിയോ ടോണിലാണ് ഗൈസ് വന്നേക്കുന്നത്. അകത്തേക്ക് പോവാം. നമ്മളിവിടെ ഒരു സ്റ്റീരിയോ പിടിപ്പിക്കാനാണ് വന്നത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് മണിക്കൂർ എടുക്കും അല്ലേ? അപ്പോൾ 2 മണിക്കൂർ എടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഇരുന്നാൽ ശരിയാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാൻ നോക്കും. എത്ര മണിക്കാണ്? നമ്മളിപ്പോൾ സമയം ഒരു 12:30 അപ്പോൾ 1 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ച്, അപ്പോൾ ഇവിടെ നമ്മൾ ഇടപ്പള്ളി തന്നെ, അപ്പോൾ ലുലുവിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ തികച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ ഇരുന്നാൽ നമ്മൾക്ക് ചൂടെടുത്ത് സീനാവും. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. പോവല്ലേ? ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ക്യാബ് വന്നിട്ട് നമുക്ക് പോവാം. വന്നോ? വന്നിട്ട്
നമ്മുടെ ക്യാബ് വരുന്നേ ഉള്ളൂ. വന്നിട്ട് അവിടെ കയറി ലുലുവിൽ കയറാം. ഇവിടെ കാറിൻ്റെ കുറേ സ്റ്റീരിയോ ഐറ്റംസ് ആൻഡ് സ്പീക്കർ എല്ലാം ഉണ്ട് ഗൈസ്. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനം ഫിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കാണിക്കാം. ഗൈസ് നമ്മളെ ക്യാബ് വന്നു, നമ്മളെ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകുന്നു. നമ്മൾ ഒന്ന് ലുലുവിൽ കയറിയിട്ട് വരാം. നമ്പർ എടപ്പള്ളിയിലെ പള്ളിയിൽ ക്രിസ്മസിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതാ എന്താ ഇത് ഗൈസ്, ലുലുവിലെ ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ തുടങ്ങി. ഇതാ ഫുള്ള് ലൈറ്റ് ഇട്ടേക്കുന്നുണ്ടോ പാത്ത് വേര്? നൈറ്റ് നല്ല ഭംഗി ഉണ്ടാവും. ഇതാണ് ഗൈസ് ലുലുവിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഓൺ ഗോയിങ് ആണിത്. അവിടെ എല്ലാ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ടേ. ലുലു മോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇതിലേക്കൂടെ കയറുന്നതല്ലേ, നടന്ന്. ആദ്യമായിട്ടാണ് നടന്ന് കയറുന്നത് ഞാനും. വണ്ടി നിർത്തിയിട്ട് അതിലേക്കൂടെ അല്ലേ കയറാം. ഈ എൻട്രിയിൽ നമ്മൾ വരാറേ ഇല്ല. കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്കൂടെ ഇങ്ങനെ നടന്നൊരു ലുലുവിൽ എൻട്രി കയറുന്നത്. കയറി കുറച്ച് തണുപ്പ് കിട്ടിയപ്പോൾ സമാധാനമായി അല്ലേ? കുറച്ച് തണുപ്പ് കിട്ടിയപ്പോൾ തലവേദന, കാലുവേദന, ഓക്കെ. നമുക്ക് ആദ്യം ഫുഡിൻ്റെ കാര്യം സെറ്റ് ചെയ്താലോ? വിശക്കുന്നില്ലേ? ആണോ? നോക്കാം. ഇപ്പം നോക്കണോ? ഒന്ന് നോക്കിയിട്ട് പോവാം. മാർക്സ് ആൻഡ് സ്പെൻസറിലാണ് കയറുന്നത്. ഇതാണ് ഞങ്ങളുടെ ഫുൾ ലുക്ക് കാണണം. ഇതാണ് ഇന്നത്തെ ലുക്ക്. ഞങ്ങളുടെ അതെ, ബാർകോഡ് ഞങ്ങളുടെ അല്ല. നമ്മൾ നോക്കി വന്ന സാധനമൊന്നും ഇല്ല ഇവിടെ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാല്ലേ? യെസ്, നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലാണ് കയറുന്നത്. അവിടെ കയറിയിട്ട് നമുക്ക് അവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലും വാങ്ങാം, നല്ല ഉണ്ടാവുമോ നോക്കാനാണ് നമ്മൾ പോകുന്നത് അല്ലേ? യെസ്, ഇതാണ് ഫുഡ് കൗണ്ടർ ഇൻ ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് തലശ്ശേരി ബീഫ് ബിരിയാണി, ചിക്കൻ മധൂത്, ഇതെന്താ ഇത്? മലബാർ ചിക്കൻ ബിരിയാണി. കുറേ ഐറ്റംസ് ഉണ്ട്. അവിടെ കുറേ ചിക്കൻ ഫ്രൈസും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മളെന്തെങ്കിലും വാങ്ങാം. ഞങ്ങളുടെ പ്ലാൻ ചേഞ്ചായി. ബേസിക്കലി ഞങ്ങൾ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ അല്ലേ? ഇതുപോലത്തെ ഫുഡ് വാങ്ങുക, കൊണ്ടുപോയി കഴിക്കുക, എടുത്തോണ്ട് പോവുക, അത് വാഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര മടിയാണ് ഗൈസ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങി നമ്മളത് പ്ലേറ്റ് എല്ലാം വാങ്ങി സാധനങ്ങളെല്ലാം കൊണ്ടുപോകണമെങ്കിൽ മുകളിലേക്ക് എടുത്ത് കൊണ്ടുപോകണം, അവിടുന്ന് കഴിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മുകളിലുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാമെന്ന് ഓർത്തു. ഇപ്പോൾ മുകളിലേക്ക് പോകല്ലേ? അപ്പോൾ മുകളിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് ഫുഡ് വാങ്ങി കഴിച്ചിട്ട് കുറച്ച് വിശപ്പടക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ എന്തെങ്കിലും കറങ്ങിയിട്ട് നമ്മുടെ വണ്ടി അപ്പോഴത്തേക്ക് റെഡിയാവും. ഒരു 2:30 ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ സമയം 1 മണിയായി. അപ്പോൾ നമ്മൾ കഴിച്ച് ഇവിടെ നിന്ന് കറങ്ങിയൊക്കെ വരുമ്പോൾ 2:30 ആവും മേ ബി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോകാം. അതാണ് ഗൈസ് ഇപ്പോഴത്തെ പ്ലാൻ. നമുക്കന്ന് മുകളിലേക്ക് പോകാം അല്ലേ? വെയിറ്റിംഗ് ഫോർ ദ ലിഫ്റ്റ്. പോവാം. നമ്മൾ ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണിയിലാണ്. നമ്മളൊരു ബിരിയാണി ഓർഡർ ചെയ്തു, എന്നിട്ടൊരു ലസ്സിയും കൂടെ ഓർഡർ ചെയ്തിട്ടേ. നമ്മളെ ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണി ആൻഡ് ലസ്സി കഴിക്കാം. ബട്ടർ മിൽക്കാണോ? സോറി ഗൈസ്, ബട്ടർ മിൽക്കാണ്, ലസ്സി അല്ല. നമുക്ക് ഒരു പ്ലേറ്റിലാണ് നമ്മൾ വാങ്ങിയത്. കൂടുതൽ വലിയ വിശപ്പൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ പിന്നെ കാർ എടുത്തിട്ട് പിന്നെ വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തു. ജസ്റ്റ് ഒന്ന് ഒരു റിഫ്രഷ്മെൻറ്റ് പോലെയാണ് നമ്മൾ ഈ സാധനം വാങ്ങിയത്. കഴിക്കാം. സ്കൂളിൽ നിന്ന് പിള്ളേരെ ടൂർ കൊണ്ടുവന്നേക്കാം. നമുക്ക്
കൊറേ പേര് എന്റെ പ്രായ പിള്ളേരൊക്കെ ചാടി കളിക്കുന്നല്ലോ. നമ്മൾ അയ്യോ ഒരുത്തം വീണ്. നമ്മുടെ വണ്ടി റെഡിയായെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. പോയിട്ട് വണ്ടി എടുത്തിട്ട് വണ്ടിയുടെ ഇത് പുതിയ സ്റ്റീരിയോ പിടിപ്പിച്ചത് എങ്ങനെയുണ്ടതൊക്കെ നമുക്ക് പോയിട്ട് കാണാം. അപ്പോൾ ഇവർ ക്യാബ് ബുക്ക് ചെയ്ത് നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. കടയുടെ പേര് സ്റ്റീരിയോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. എന്നിട്ട് പോയിട്ട് അവിടെ പോയിട്ട് കാണാൻ ബാക്കിയുള്ളത്. നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് അവിടം വരെ നടക്കാമെന്നുള്ളൂ. വെയിലായതുകൊണ്ട് നമുക്ക് നടക്കാനുള്ള മൈൻഡില്ല. നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞു. നമ്മൾ എന്താ ചെയ്തത്? നമ്മളെ വണ്ടിയുടെ പഴയ സ്റ്റീരിയോ മാറ്റിയിട്ട് നമ്മൾ പുതിയ സ്റ്റീരിയോ പിടിപ്പിച്ച് ഗൈസ്. അതാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. കാണിക്കാതെ ഇതാണ് ഗൈസ് വണ്ടിയുടെ പുതിയ സ്റ്റീരിയോ നമ്മളിപ്പോ പിടിപ്പിച്ചത്. ഇപ്പൊ നേരത്തെ കുറച്ച് പഴയതായിരുന്നു, അപ്പൊ അത് മാറ്റിയിട്ട് ഇപ്പൊ പുതിയത് പിടിപ്പിച്ചു. ഇതാണ് ഫുൾ ലുക്ക്. ഇതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നോർമലി നമ്മൾ വരുന്ന ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ബാക്കിയെല്ലാം നോർമലി ആൻഡ്രോയിഡ് ഡിസ്പ്ലേ പോലെ തന്നെയാണ്. കുറെ ഇത് ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്ത് വെച്ചേക്കാണ് ഗൈസ്. സോ അതും പിന്നെ എല്ലാം നോർമലി സൗണ്ട് ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്ത് പിന്നെ റിവേഴ്സ് ക്യാം ഒക്കെ മാറ്റി വണ്ടിയുടെ ഒരു ഫുള്ള് ഒരു ഇന്റീരിയർ ലുക്ക് തന്നെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം പിടിപ്പിച്ചു ഗൈസ്. നല്ല രസമുണ്ട് അല്ലേ? കൊള്ളാല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ദിവസമായിട്ട് പഴയത് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് പുതിയത് വന്നപ്പോൾ ഒരു നല്ലൊരു ഫീൽ ഉണ്ട്. വണ്ടി കാണാനൊരു വേറെ ലുക്കില്. അപ്പോൾ അതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ലുലുവിലെല്ലാം കറങ്ങി നമ്മൾ ഈ പരിപാടിയെല്ലാം സെറ്റ് ചെയ്തു. ഇപ്പൊ തന്നെ സമയം 3:45. ഇനി നമ്മുടെ സെക്കൻഡ് ടാസ്ക് എന്താ? സെക്കൻഡ് ടാസ്ക് നമ്മൾ നേരെ ഷീമാട്ടിയിലേക്ക് പോവാണ് ഗൈസ്. സോ ഷീമാട്ടി പോയിട്ട് നമുക്ക് വെഡിങ് ഡ്രസ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന അതിന്റെ മെഷർമെന്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ നേരെ ഷീമാട്ടിയിലേക്ക് വിടാം അല്ലേ? മെട്രോന്റെ അടിയിൽ വന്നപ്പോ ആണോ? ഓക്കെ, നമുക്കെന്നാ ഷീമാട്ടിയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, കളർ ഉണ്ടോ? പർപ്പിൾ, വയലറ്റ് കണ്ടോ? കണ്ടു. ഞാൻ എവിടേക്കാ പോകുന്നത് അറിയാണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. നമ്മൾ അങ്ങോട്ടേക്കാ പോകേണ്ടത്. പക്ഷെ ഈ യൂട്ടേൺ എടുക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് ഒരു യൂട്ടേൺ ഉണ്ടായിരുന്നില്ല, ചെറിയ യൂട്ടേൺ പള്ളിയുടെ അവിടെ നിന്ന്. ഇല്ല, അത് നോ റൈറ്റ് ടേൺ ആണോ? ഓക്കെ ഓക്കെ, അത് ഇങ്ങോട്ടേക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഈ യൂട്ടേൺ എടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഈ ഏരിയയിൽ യൂട്ടേൺ ഒക്കെ ഭയങ്കര എടപ്പള്ളിയില് നമ്മളൊരു സ്ഥലത്ത് ഇപ്പൊ നമ്മള് ലുലുവിന്റെ അവിടെ പോകണം. നമ്മളിത് ലുലുവിന്റെ അടുത്ത് തന്നെ ഉള്ള ഷോപ്പാണിത്. പക്ഷെ നമ്മള് വെയിലിൽ നടക്കാൻ മടിയായിട്ട് ഒരു 2 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു ഊബർ എടുത്തപ്പോ ഒരു 5 കിലോമീറ്റർ കറങ്ങിയാണ് നമ്മൾ ലുലുവിൽ വന്നത്. ഇപ്പൊ തന്നെ നമുക്ക് പോകേണ്ടത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇങ്ങോട്ട് 1 കിലോമീറ്ററും ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് 1 കിലോമീറ്ററും നമ്മൾ എക്സ്ട്രാ പോകേണ്ടി വരുന്നുണ്ട്. ഇത് ആക്ച്വലി ട്രാഫിക് കുറയ്ക്കുവോ? ഇടയ്ക്കിടയ്ക്ക് ഒരു യൂട്ടേൺ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പോകൂലേ? ഇത് ഈ 1 കിലോമീറ്റർ ഇത്രയും വണ്ടി കിടന്ന് കറങ്ങുമല്ലേ, അപ്പൊ ട്രാഫിക് കൂടുതലേ ചെയ്യാ. എനിക്ക് ആ ലോജിക് കിട്ടുന്നില്ല ഗൈസ്. ചിലപ്പോ എല്ലായിടത്തും യൂട്ടേൺ ആണെന്ന് പറഞ്ഞ് വണ്ടി ഇങ്ങനെ തിരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോ അവിടെ തിരക്ക് കൂടുകയോ ചെയ്യാം. കണ്ടോ? പക്ഷെ നമ്മള് 2 കിലോമീറ്റർ അല്ലേ എക്സ്ട്രാ ഓടുന്നത്. ഇവരും പെട്രോൾ പമ്പുകാരും തമ്മിൽ എന്തേലും ഇതുണ്ടോ, കണക്ഷൻ ഉണ്ടോ? ഇവിടെ ഒരാളെ പോലീസ് പിടിച്ചു ഗൈസ്. കാണിക്കുന്നില്ല. ഫാമിലിയാണ്. എന്തിനാ പിടിച്ചത്? ഒരു നാനോ ആണല്ലോ. എന്ത് കാര്യം അറിഞ്ഞൂടാ. കൊച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, എനിവേസ് ലെറ്റ്സ് ഗോ. Again we are at ഷീമാട്ടി. നമ്മൾ ഷീമാട്ടിയിലെത്തി ഗൈസ്. സോ നമ്മൾ കുറച്ച് എന്തെങ്കിലും കഴിക്കാന്നാണ് നമ്മുടെ അടുത്ത പ്ലാൻ. നേരത്തെ കഴിച്ചത് അത്ര ഒരു അല്ല, ഇവക്ക് എന്തോ കോഫി കുടിക്കണം, ചായ കുടിക്കാനുള്ള സമയമായി ഗൈസ്. സോ ഓൾമോസ്റ്റ് ഒരു 4:35 ഒക്കെ ആയി. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ഷീമാട്ടിൽ കയറാം. അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വിശക്കും, പിന്നെ പുറത്തിറങ്ങണം, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ചായ കുടിച്ചിട്ട് അകത്തേക്ക് കയറാം. ചായ ആണോ കോഫി ആണോ? എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? എങ്ങനെയാ കാര്യങ്ങൾ? ഹെവി ആയിട്ട് എന്തായാലും കുറച്ച് വയറ് നിറയുന്ന പോലെ അല്ലേ? മീഡിയം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി കഴിക്കേണ്ടി വരും. ഷീമാട്ടിയിലെ കഫേ മാട്ടിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഫുഡ് കോർട്ടിൻ്റെ പേര്, കഫേ മാട്ടി. വേറെ വെജ് മീൽസ്, മട്ടൺ മീൽസ് എന്തൊക്കെയുണ്ട്. നമുക്ക് ഷീമാട്ടിൻ്റെ അകത്തുള്ള കഫേ മാട്ടിയിലേക്ക് കയറാം. കഫേ ഇൻ ഷീമാട്ടി, അതാണ് കഫേ മാട്ടി. കഫേ മാട്ടിയിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാൻ പോയിട്ട്. കുംഭകോണം ഡിഗ്രി കോഫി ഉണ്ട്, അത് നമ്മൾ പുറത്ത് കണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് വേറെ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം.
നമ്മളൊരു മസാല ദോശ ഓർഡർ ചെയ്തു. മസാല ദോശ വന്നിട്ടുണ്ട്, കഴിച്ചു നോക്കാതെ. കുംഭകോണം ഡിഗ്രി കോഫിയുടെ മസാല ദോശയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? സാമ്പാർ നല്ല. ഓക്കെ, ആൾക്ക് ഇന്ന് ഇവക്ക് ഉച്ചയ്ക്ക് കഴിച്ചത് അത്ര ഒരു ഗുമ്മായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിലും സമയം വൈകിട്ടായി. നോർമലി നമ്മൾ ചായ കുടിക്കുന്ന സമയമല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മസാല ദോശയും കൂടെ പറഞ്ഞു ഗൈസ്. നമുക്ക് മസാല ദോശയാണ് ഭയങ്കര ഇഷ്ടം അല്ലേ? എനിക്ക് പൊടി റോസ്റ്റാണ് ഭയങ്കര ഇഷ്ടം. എപ്പോഴും ഞാൻ പൊടി കൂട്ടിയാണ് കഴിക്കുക. എനിക്ക് പൊടിയില്ലാണ്ട് മസാലയിൽ എനിക്ക് അത്ര ഒരു ഫീലില്ല. കഴിക്കാം, കഴിച്ചോ. നീ എന്താ അടുക്കെന്ന് കുത്തി പൊളിക്കുന്നത്? ഇത് കണ്ടോ ഗൈസ്? ഒരു അറ്റത്ത് നിന്നില്ലേ സാധാരണ എല്ലാവരും തുടങ്ങാം. ഇഷ്ടപ്പെട്ടു, നല്ല. നമ്മൾ സ്വാഗിലാണ് വന്നേക്കുന്നത്. നമ്മൾ സ്വാഗിലാണ് ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ അകത്ത് വന്നു, ആരുമില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വന്നിട്ട് നമുക്ക് മെഷർമെൻറ്റ് കൊടുത്തിട്ട് പോവാം. ആരും കാണാനില്ലല്ലോ, വിളിച്ചു നോക്കണോ? ഇതാണ് ഗൈസ് ഷീമാട്ടിയിലെ സ്വാഗ്. ഇതിൻ്റെ അകത്ത് നല്ലൊരു കോസി ആംബിയൻസ് ആണ്, കാണാൻ നല്ല രസമുണ്ടാവും. ഇതിൻ്റെ അകത്ത് കുറേ മെറ്റീരിയൽസും പിന്നെ ഡ്രസ്സും വെഡ്ഡിങ് ഡ്രസ്സും എല്ലാം ഉണ്ട്, കുറേ ഉണ്ട്. ഇതാണ് സ്വാഗിൻ്റെ അകത്തുള്ള ലുക്ക്. ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, എന്താ നമുക്ക് നോക്കാം. നടക്കുമ്പോഴൊക്കെ സെൻസർ വെച്ചിട്ട് ലൈറ്റ് കത്തുന്നു ഗൈസ്. ഇതാരാ? നീയായിരുന്നു ഇത്? വെച്ചിട്ട് ഉണ്ടാക്കിയതാ? ഓ, എങ്ങനെയുണ്ട്? നല്ലല്ലേ? നമുക്കെങ്ങനെ ഉണ്ടാവുമെന്ന് ഇപ്പം തന്നെ കാണാൻ പറ്റൂല്ലേ? കൊള്ളാം. അതെ, കൊള്ളാം. എങ്ങനെയുണ്ട്? നമ്മൾ ട്രയൽ ചെയ്ത് നോക്കണ്ട, ഇങ്ങനെ നോക്കിയാൽ മതി. നല്ലൊരു എന്താണെന്ന് വെച്ചാൽ ഇത് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഈ ഡ്രസ്സെല്ലാം ഇട്ട് നോക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടോ? അതുകൊണ്ടാണ്. ഓക്കെ, അത് കസ്റ്റമൈസ് ചെയ്ത് എപ്പോൾ കിട്ടും അതുവരെ വെയിറ്റ് ചെയ്ത് ഇരിക്കണം. അവർക്ക് ഓൾറെഡി നമുക്കൊരു ഐഡിയ ഉണ്ടാവും. നിൻ്റെ ഇമേജാണിത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഇമേജ്? അത് ഒരു നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ വന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ആ സാധനം ട്രയൽ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ ഇവിടെ ഇപ്പൊ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആ സൈറ്റിലുണ്ടാവും. ആ ഡിസൈൻസ് നമുക്ക് വന്ന് ട്രയൽ ചെയ്ത് നോക്കാണ്ട് നമ്മള് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സാധനം നമ്മൾ ഇട്ടാ എങ്ങനെ ഇരിക്കും അതിൽ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ ഫേസ് വെച്ചിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്ത് അത് നല്ലൊരു കോസി ആംബിയൻസ് ആണ്. നമുക്ക് അവിടെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ ഉണ്ടാവും. നല്ലൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ഗൈസ്. സ്വാഗിൽ വരുന്നവർ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ.
നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് അധികം ഇടാറില്ല, പക്ഷെ ഫോട്ടോയിൽ അത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ വരും പറഞ്ഞിട്ട് 2 മിനിറ്റിൽ. അപ്പോൾ പനി പിടിച്ചു, വേറെ ആളാണ് എടുക്കുന്നത്. എൻ്റെ പനി ആയതുകൊണ്ട് അവർക്ക് നമ്മൾ കൂടുതൽ സ്പ്രെഡ് ചെയ്യണമെന്ന് ഓർത്തിട്ട് അവർ നമ്മുടെ അടുത്തേക്ക് വന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു തന്നു. പിന്നെ ബാക്കിയുള്ളത് അവരുടെ അസിസ്റ്റൻസ് കുറച്ച് പേരുണ്ട്, അവരൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഡിസൈനർ നീലാണ്, പുള്ളി ഇപ്പോൾ എൻ്റെ എടുത്തിട്ട് പോയി. അത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞു. ഇനി ഇവരുടെയും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടുത്തെ ഒരു ആംബിയൻസ് നല്ല രസമില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാനും തോന്നുന്നുണ്ട് അല്ലേ? നല്ലൊരു കൂളായിട്ടൊരു നല്ല വൃത്തിയിലെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു പോസിറ്റീവ് ഫീലും നല്ലൊരു കൂളായിട്ടുള്ള ഒരു മൈൻഡും പിന്നെ നല്ല പീസ്ഫുൾ ആംബിയൻസ് അല്ലേ? വലിയ സൗണ്ട് നോയ്സും ഒന്നുമില്ല. ജസ്റ്റ് ഒരു കൂളായിട്ട് നല്ല സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലേ? അതാണ് ഗൈസ്. അപ്പം നിന്റെ എടുക്കണ്ടേ ഇനി? ഇവളുടെയും കൂടെ എടുത്തിട്ട് എനിക്ക് ഇതിന്റെ അകത്ത് സെറ്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് സാധനം കൊണ്ടൊന്നും ഡംപ് ചെയ്തില്ല. ഭയങ്കര മിനിമൽ സെറ്റപ്പില് നിനക്ക് ഇഷ്ടപ്പെടുന്ന നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എല്ലാം വൃത്തിക്ക് ഓരോ വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല. എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി. നീ എന്നാ ഇവിടെ തന്നെ ഇരുന്നു. ഇവിടെ വരുമ്പോഴാണ് എനിക്ക് നമ്മൾ കല്യാണം കഴിക്കാൻ പോലെ ദിവസം കൂടി നമ്മളൊരു വെഡിങ്ങിന്റെ ഒരു പ്രിപ്പറേഷന്റെ ഒരു ഇത് ഫീലൊക്കെ വരുന്നത് ഇവിടെ വരുമ്പോഴാണ് നമുക്ക്. പിന്നെ വെച്ചിട്ട് നിന്റെ ഇമേജ് നല്ല പൊളിയായിരുന്നു ഗൈസ്. അത് വെച്ചിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഇവളുടെ നല്ല വേറെ ലെവലായിരുന്നു ഗൈസ്. നല്ലത് നമുക്ക് വിഷ്വലായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മള് ട്രൈ ചെയ്യാത്തൊരു സാധനം നമ്മളെ ഇമേജ് ആയിട്ട് കാണാൻ പറ്റുമ്പോൾ നമ്മൾ ആ ഡ്രസ്സിൽ എങ്ങനെ ഉണ്ടാവും ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു. എന്തായാലും എയുടെ ഒരു പവർ എല്ലായിടത്തും ആണ് ഗൈസ് ഇപ്പോൾ. ഓക്കെ, നമ്മൾ നിന്റെയും കൂടെ കഴിഞ്ഞിട്ട് പോവാം. सबसे मंगल सबका मंगल. സ്വാഗിന് അങ്ങനെ പ്രശ്നമില്ല. ഷീമാട്ടിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് ഇതൊക്കെ. എനിക്ക് എപ്പോ ഇവിടെ വരുമ്പോ ഒരു പോസിറ്റിവിറ്റി കിട്ടും. എന്താ വെച്ചാൽ ഞാനൊരു കോസ്റ്റ്യൂം മൈൻഡിൽ വെച്ചിട്ടുണ്ട്. അതെനിക്ക് നല്ലതായിരിക്കുമോ അല്ലോന്നും എനിക്കറിയില്ല. ഓക്കെ, ഒരു സാധനം എന്റെ മൈൻഡിലുണ്ട്, ഒരു വെറൈറ്റി ആയിരിക്കും എന്നുള്ളൊരു സാധനം. എനിക്ക് ഇട്ടാ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഓരോ തവണ ഇവിടെ വരുമ്പോഴും അവരതിന്റെ ഒരു നല്ല സൈഡ് എനിക്ക് മേ ബി കാണിച്ചു തരും, അല്ലെങ്കിൽ പറഞ്ഞ് കാണിച്ചു തരും, അല്ലെങ്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് അവര് ഡിസൈൻ എന്തെങ്കിലും ചെയ്ത് കാണിച്ചു തരും. അപ്പൊ ഞാൻ അതില് ഒന്നുകൂടെ കംഫർട്ട് ആവുന്നു. ഇത് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ രസം ഉണ്ടാവും. ഇത്ര ദിവസം എനിക്ക് ഒരു സാധനം എന്റെ മൈൻഡിലുണ്ടെന്നല്ലാണ്ട് അത് എനിക്ക് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അത് വെറൈറ്റി ആയിരിക്കും എന്നറിയാം, എനിക്കത് എങ്ങനെ സൂട്ടാവും എന്നറിയില്ല. ഇവിടെ വരുമ്പോ എനിക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഇവര് ഓരോ ദിവസവും തരുന്നു. ഭയങ്കര എന്താ പറയാ, കസ്റ്റമറെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു അല്ലേ? അതെ, സ്വാഗിന്റെ അകത്തും പിന്നെ പുറത്തും മൊത്തത്തില് ഒരു നമ്മള് മുമ്പ് ഏതോ ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ടുണ്ട്, 1-2 കൂടി പോയാൽ. ടെക്സ്റ്റൈൽസിലായിട്ട് അധികം പോവാറില്ല. 2 ടെക്സ്റ്റൈൽസിൽ പോയതും നമുക്ക് അത്ര നല്ല ഫീൽ ആയിട്ടില്ല. നമ്മളെ ഡീൽ ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽസ് നമുക്ക് അറിയാം ഇങ്ങനെ ഒന്നും എടുത്ത് തൂക്കിയിട്ടിട്ടുണ്ടാവില്ല. നമ്മളെ ഡീൽ ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ ഒരാളില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാം നമ്മൾ റാക്കിലല്ലേ
വിചാരിച്ചിട്ടുണ്ടാവുക എടുത്ത് തരാൻ ആളില്ലെങ്കിൽ. ഇവിടെ നമ്മളെ കൂടെ തന്നെ ഒരാൾ നടന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് രീതിയിൽ കംഫർട്ടബിൾ അല്ല അവരത് കംഫർട്ടബിൾ ആക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ ഡിസൈൻ ചെയ്യാൻ കൊടുത്താണെങ്കിലും അപ്പൊ അവര് ഡിസൈനേഴ്സ് ആണ്. ഇപ്പൊ മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് ഇന്ന് തന്നെ ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവരൊരു സാധനം നിരത്തും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോന്ന് അവരൊരു 100 തവണ ചോദിക്കും. എനിക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ, എന്തെങ്കിലും ചെറിയൊരു ഒപ്പീനിയൻ എങ്കിലും എന്റെ സൈഡിൽ നിന്ന് ഉണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടേ അവരടുത്ത ഡിസൈനിലേക്ക് പോകുന്നുള്ളൂ. ഫീച്ചറില്ലേ, അത് നല്ല രസം ഉണ്ടായിരുന്നല്ലേ. അതെനിക്ക് കൂടുതൽ അകത്തിരുന്ന് നമുക്ക് കൂടുതൽ പറയാൻ പറ്റിയില്ല, പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. എന്താ വെച്ചാൽ നമ്മളത് കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. നല്ലൊരു അതിന്റെ അതിന്റെ അകത്ത് കേറുമ്പോ ഉള്ള ആംബിയൻസ് അവിടെ കാണുന്നത് ഭയങ്കര സൂപ്പറാണ്. വെച്ചിട്ട് വേ ഓഫ് സെറ്റിംഗ് ആ ഒരു സാധനം എല്ലാം നമുക്കൊരു പോസിറ്റിവിറ്റി തരുന്ന പോലെ. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പോസിറ്റീവായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക്. ജസ്റ്റ് ഇത് ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, നമുക്ക് തോന്നിയ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് മേ ബി എല്ലാ ഷീമാറ്റിയിലും ഇങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ നമ്മൾ എറണാകുളത്താണ് നമ്മൾ ചെക്ക് ചെയ്തത്. എറണാകുളത്തിലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീൽ കിട്ടിയത്. വേണമെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്വാഗ് എനിക്കൊന്ന് ഈ ഷീമാറ്റിയുടെ ഈ സ്വാഗ് എന്ന് പറഞ്ഞ വേറൊരു സെക്ഷനാണ്. ഇവരായിട്ട് തന്നെ അകത്ത് മെട്രോ ഡിസൈനർ സ്റ്റുഡിയോ ആണ്. അപ്പൊ ഇതിന്റെ അകത്തൊരു ഇവർക്കൊരു സെക്ഷൻ ഉണ്ട്. അതിലാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങല്ലേ. വേറെ നമ്മളെ വെഡ്ഡിങ്ങിന്റെ സമയത്ത് ഇതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ വേറെ എങ്ങനെ ഉണ്ടെന്ന്, അപ്പോൾ അത് നല്ല വൃത്തിയാണോ എന്നൊക്കെ നിങ്ങൾ പിന്നെ ഡിസൈഡ് ചെയ്തോ. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. പിന്നെ എന്തായാലും ഇതിന്റെ ഔട്ട്ഫിറ്റ് നമ്മൾ വെഡ്ഡിങ്ങിനായിരിക്കും റിവീൽ ചെയ്യുന്നത്. അന്ന് കാണാൻ അത്ര വലിയ ഔട്ട്ഫിറ്റ് അല്ലെങ്കിലും ഓക്കെ, നമുക്കൊരു സർപ്രൈസ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് അത് അന്നത്തെ ഡെയിലി റിവീൽ ചെയ്യാണെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നല്ലതാണെങ്കിൽ അന്ന് നിങ്ങൾ കാണൂ. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ പോവല്ലേ ഇപ്പൊ ഇവിടുന്ന്. ഇന്നത്തെ പ്ലാൻസ് എല്ലാം ഓവർ ഗൈസ്. അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത വ്ളോഗ്സിൽ അപ്ഡേറ്റ് ചെയ്യാം ഫോർ വെഡ്ഡിങ്. പിന്നെ വണ്ടിയിൽ ഇന്ന് നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെ ചെയ്തു പോയതാണ്. സോ അപ്പൊ അതൊക്കെയാണ് ഗൈസ് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യുന്നു അല്ലേ? അപ്പൊ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. സോ ഞങ്ങൾ ഓൾമോസ്റ്റ് കുറച്ച് ടയേർഡായി. എന്നാലും ഇനി പോയി ഫുഡ് കഴിക്കണം. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പൊ പോയല്ലേ, അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. അപ്പോ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഗൈസ്. എന്നിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്ക്. പറ്റുമെങ്കിൽ ആ ബട്ടൺ പൊട്ടിച്ചേക്ക്. അപ്പൊ പോവല്ലേ, ബൈ ഗൈസ്. ബൈ.